ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക തൈര് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെണ്ടയ്ക്ക കൊണ്ട് നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെയല്ലേ വെക്കാറ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ വേണം. തക്കാളി, സവോള, അതുപോലെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഇതിന് ആവശ്യമുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് തൈരാണേ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വറുത്ത് കോരി സെറ്റാക്കി വെക്കണം. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴണ്ട് ഒന്നൊരു ഫ്രൈ ആകുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി അതൊന്ന് വേറൊരു പാത്രത്തിലാക്കി വയ്ക്കാം. പിന്നീട് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുവാണേ. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക അതിലേക്ക് ചേർക്കുന്നു. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കുകയാണേ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 തവി തൈര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. തൈര് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയാണേ. അതിനുശേഷം നമ്മളത് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം താളിച്ചൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി.